ഹായ് ഓൾ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് സമീർ റോസിയ ദമ്പതിമാർക്ക് വേണ്ടി 2300 സ്ക്വയർ ഫീറ്റിൽ മനോഹരമായി നിർമ്മിച്ച ഈ ഒരു വീടാണ്. വീട് ഒരു സെമി കണ്ടംപററി ഡിസൈനിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. വീടിനോട് ചേർന്ന് തന്നെ ഒരു സൈഡിലേക്കായിട്ടാണ് പോർച്ച് നൽകിയിട്ടുള്ളത്. ഇനി വീടിൻ്റെ എലിവേഷനിലെ ഭംഗിക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത് ഫ്ലാറ്റ് റൂഫും സ്ലോപ്പ് റൂഫുമാണ്. കൂടാതെ LED ലൈറ്റ്സ്, ടെക്സ്ചർ പെയിൻറ് എന്നിവ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വീടിൻ്റെ സിറ്റ് ഔട്ട് നോക്കാം. ഒരു സെമി ഓപ്പൺ കൺസെപ്റ്റിലാണ് ഈ സിറ്റ് ഔട്ട് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഈ ഒരു പില്ലറുകളിലായിട്ട് സ്പോട്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ സിറ്റ് ഔട്ടിൻ്റെ അതേ ലെങ്ത്തിൽ തന്നെ 2 സ്റ്റെപ്പാണ് നൽകിയിട്ടുള്ളത്. സ്റ്റെപ്പിൽ ഗ്രാനൈറ്റ് ആണ് വിരിച്ചിട്ടുള്ളത്. സിറ്റിങ്ങിന് വേണ്ടിയിട്ട് 2 വുഡൻ ചെയർ നൽകിയിട്ടുണ്ട്. കൂടാതെ ഈ ഒരു സൈഡിലേക്കായിട്ട് സിറ്റിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട്. അതിലും ബ്ലാക്ക് ഗ്രാനൈറ്റ് ആണ് വിരിച്ചിട്ടുള്ളത്. ഫ്രണ്ടിലേക്കായിട്ട് 2 സിംഗിൾ വിൻഡോ ആണ് വരുന്നത്. സീലിങ്ങിൽ LED ലൈറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇനി മെയിൻ ഡോറിലേക്ക് വരുമ്പം പ്ലാവിൽ വളരെ സിമ്പിളായിട്ട് 2 ഷട്ടറോട് കൂടി ചെയ്തിട്ടുള്ളതാണ്. ഇതിൽ സ്റ്റീലിൻ്റെ ഹാൻഡിലുമാണ് നൽകിയിട്ടുള്ളത്. മെയിൻ ഡോറ് ഓപ്പൺ ചെയ്ത് കയറുന്നത് ഒരു വലിയ ഹാളിലേക്കാണ്. ഇവിടെ ഫ്ലോറിൽ മൊത്തം വിരിച്ചിട്ടുള്ളത് 6x4 വിട്രിഫൈഡ് ടൈലാണ്. നമ്മൾ കയറി വരുമ്പം ഇവിടെ റൈറ്റ് സൈഡിലോട്ടായിട്ടാണ് ലിവിങ് ഏരിയ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ലെഫ്റ്റ് സൈഡിലോട്ടായിട്ട് ഡൈനിങ്, ബെഡ്റൂം, കിച്ചൺ എന്നിവ വന്നിട്ടുള്ളത്. നമുക്കാദ്യം ലിവിങ് ഒന്ന് വിശദമായിട്ട് പരിചയപ്പെടാം. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ഈ ഒരു ലിവിങ് ഏരിയ ചെയ്തിട്ടുള്ളത്. ഈ ഒരു വീടിൻ്റെ സൈസും കാര്യങ്ങളും ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള ഒരു പ്ലാൻ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടില്ല. കിട്ടുകയാണെങ്കിൽ ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്യാം കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു കോർണർ സെറ്റിയാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതിന് അഭിമുഖമായിട്ട് ഇവിടെ TV യൂണിറ്റ് നൽകിയിട്ടുണ്ട്. ഇതിനകത്ത് മൾട്ടിവുഡിൽ മൈക്ക ലാമിനേറ്റഡ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. വിൻഡോസിലൊക്കെ സീബ്ര ബ്ലൈൻഡ്സ് കർട്ടനാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഈ ഒരു ഏരിയ ഡബിൾ ഹൈറ്റിലാണ് ചെയ്തിട്ടുള്ളത്. മുകളിൽ നിന്ന് വെളിച്ചം വരുന്നതിന് വേണ്ടിയിട്ട് പർഗോള ഡിസൈൻ നൽകിയിട്ടുണ്ട്. ഇനി നമ്മൾ വീട്ടിലേക്ക് കയറി വരുമ്പം ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നത് ഈ ഒരു വാൾ ഫ്രെയിമും അതുപോലെ ഒരു വാൾ ഡെക്കോറുമാണ്. ഇനി നമുക്ക് ഡൈനിങ്ങിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് വരാം. കടന്നു വരുന്ന ഭാഗത്ത് ഇവിടെ നല്ല ഭംഗിയുള്ളൊരു ഹാങ്ങിങ് ലൈറ്റാണ് സീലിങ്ങിൽ നൽകിയിട്ടുള്ളത്. ഡൈനിങ്ങും ഇവിടെ ഒരു ഭാഗത്തേക്ക് മാറിയിട്ട് സൗകര്യപ്രദമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ 6 സീറ്റോട് കൂടിയിട്ടുള്ളൊരു ടേബിളാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. വൈറ്റ് ഗ്ലാസ് ആണ് വരുന്നത്. വെന്റിലേഷന് വേണ്ടിയിട്ട് ഈ ഒരു കോർണറിൽ ഒരു വിൻഡോ നൽകിയിട്ടുണ്ട്. അതുപോലെ ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു സൈഡിൽ വാൾ ഡെക്കോറും ഒരു സൈഡിലോട്ടായിട്ട് ഇതുപോലെ പർഗോള മൾട്ടിവുഡിൽ ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ്. അതിനകത്ത് LED ലൈറ്റ്സും കൊടുത്ത് ഡെക്കോസൊക്കെ വെച്ച് ഭംഗിയാക്കിയിട്ടുണ്ട്. ഇനി ഈ ഒരു സ്റ്റെയറിൻ്റെ സൈഡിലോട്ടായിട്ടാണ് കിച്ചൺ വരുന്നത്. ഒരു സൈഡിൽ കാണുന്ന ഡോറ് ബെഡ്റൂമാണ്. പിന്നെ ഇതാണ് ഫസ്റ്റ് ബെഡ്റൂം. ഇതും അത്യാവശ്യം വലുപ്പത്തിൽ സിമ്പിളായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അറ്റാച്ച്ഡ് ബാത്റൂമും വരുന്നുണ്ട്. സിമ്പിളായിട്ടുള്ളൊരു വുഡൻ കോട്ടാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ സീലിങ്ങിൽ LED ലൈറ്റ്സ് ആണ് വരുന്നത്. ഇനി ഒരു ഭാഗത്തേക്കായിട്ട് ഇവിടെ ഡ്രസ്സിങ് ഏരിയ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിനകത്താണ് വാർഡ്രോബും മിററൊക്കെ വരുന്നത്. ഇവിടെ മിറർ സെപ്പറേറ്റ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അലൂമിനിയം ഫാബ്രിക്കേഷനിലാണ് ഈ ഒരു വാർഡ്രോബ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് തന്നെയാണ് ബാത്റൂമും വരുന്നത്. അതിന് വൈറ്റ് ഫൈബർ ഡോറാണ് നൽകിയിട്ടുള്ളത്. അത്യാവശ്യം വലുപ്പത്തിൽ തന്നെയാണ് ഈ ഒരു ബാത്റൂമും വരുന്നത്. ഈ ഒരു കളർ ടൈല് നോക്കിക്കോളൂ കേട്ടോ. 2x4 ടൈലാണ് ബാത്റൂമിൽ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് നെക്സ്റ്റ് ബെഡ്റൂം നോക്കാം. ഈ ഒരു പാസേജിൽ നിന്നാണ് നെക്സ്റ്റ് ബെഡ്റൂമിലോട്ട് ഡോറ് നൽകിയിട്ടുള്ളത്. ഇതും ബാത്ത് അറ്റാച്ച്ഡ് ആണ്. അത്യാവശ്യം സൗകര്യത്തിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്.
സിമ്പിളായിട്ടുള്ളൊരു കോട്ടാണ് വരുന്നത്. നമ്മൾ റൂമിലേക്ക് കടന്നു വരുന്ന ഭാഗത്താണ് ഇവിടെ ബാത്റൂം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നേരത്തെ കണ്ട ബാത്റൂമിൻ്റെ അതുപോലെ സെയിം ടൈല് തന്നെയാണ് ഇവിടെയും യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിനകത്ത് വാഷ് ബേസിനും മിററും നൽകിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റെയറിൻ്റെ ഈ ഒരു ഭാഗം നോക്കാം. ഇവിടെ സ്റ്റെയറിന് ഹാൻഡ് റെയിൽ നൽകിയിട്ടുള്ളത് GIയിലാണ്. അതിന് ഒരു വുഡൻ ടൈപ്പ് പെയിൻറ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ മുകളിൽ. ഈ ഒരു സ്പേസിൽ തന്നെയാണ് ഇവിടെ വാഷ് ബേസിൻ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. സ്റ്റെയറിന് താഴെ സ്റ്റോറേജും നൽകിയിട്ടുണ്ട്. വാഷ് ബേസിന് താഴെയായിട്ടും ഷെൽഫ് വരുന്നുണ്ട്. സിമ്പിളായിട്ടുള്ളൊരു വൈറ്റ് വാഷ് ബേസിനാണ്. പിന്നെ ബാക്കിൽ ചെയ്തിട്ടുള്ളത് പാനലാണ്. നല്ല ഭംഗിയുള്ളൊരു റൗണ്ട് ഷേപ്പ് മിററും കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഭാഗത്തേക്ക് തന്നെയാണ് കിച്ചൺ വരുന്നത്. വുഡിലും ഗ്ലാസ്സിലുമാണ് കിച്ചൻ്റെ ഡോറ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യ വലുപ്പത്തിൽ ഒരൊറ്റ കിച്ചൺ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഒരു ചെറിയ പാർട്ടീഷൻ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ കിച്ചണിലോട്ട് കടന്നു വരുന്ന ഭാഗത്താണ് ഇവിടെ ഫ്രിഡ്ജ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്താണ് കബോർഡ്സ് നൽകിയിട്ടുള്ളത്. സെൻട്രലായിട്ട് ഇവിടെ 4 പേർക്ക് ഇരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ കബോർഡ്സ് ചെയ്തിട്ടുള്ളതും അലൂമിനിയം ഫാബ്രിക്കേഷനിൽ തന്നെയാണ്. ഇവിടെ കൗണ്ടർ ടോപ്പിൽ വിരിച്ചിട്ടുള്ളത് ഗ്രാനൈറ്റ് ആണ്. ഈ ഒരു ഭാഗത്ത് 2 ഡ്രോവറുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഇവിടെ മുകൾ ഭാഗത്ത് ഒരു സൈഡിലോട്ടായിട്ട് റാക്ക് കൊടുത്തിട്ട് അതിന് ഡോർ നൽകിയിട്ടുണ്ട്. ഇനി നമ്മൾ വർക്ക് ഏരിയയിലേക്ക് കടക്കുന്ന ഭാഗത്ത് ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ താഴെയായിട്ടും ഈ ഒരു മുകൾ ഭാഗത്തും പാനൽ ചെയ്തിട്ടുണ്ട്. അതിൽ നല്ല ഭംഗിയുള്ള 2 ഹാങ്ങിങ് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഭാഗത്ത് തന്നെയാണ് ഇവിടെ സ്റ്റോർ റൂം വരുന്നത്. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റായി അറിയിക്കുകയും വേണം കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു വർക്കിംഗ് സ്പേസ് ഒന്ന് നോക്കാം. ഈ ഒരു സൈഡിലോട്ടായിട്ടാണ് ഇവിടെ വിറകടുപ്പ് വന്നിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തോട്ടായിട്ടാണ് സിങ്ക് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു സൈഡിലേക്ക് മാറിയിട്ടാണ് സ്റ്റൗ നൽകിയിട്ടുള്ളത്. ഇവിടെയും വെന്റിലേഷന് വേണ്ടിയിട്ട് വിൻഡോ നൽകിയിട്ടുണ്ട്. 3 ബർണർ ഹോബാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു സൈഡിലോട്ടായിട്ടും ഡ്രോവറുകൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു സൈഡിൽ ഹൈറ്റിൽ ചെയ്തിട്ടുള്ള സ്ലാബ് ഇതിനകത്ത് വാഷ് മെഷീനാണ് കേട്ടോ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയും ഹൈറ്റ് വന്നിട്ടുള്ളത്. പിന്നെ ഇവിടെ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന ബോട്ടിൽസൊക്കെ വെക്കുന്നതിന് വേണ്ടിയിട്ട് 2 ഗ്ലാസിൻ്റെ തട്ടുകളാണ് നൽകിയിട്ടുള്ളത്. മുകൾ ഭാഗത്ത് അത്യാവശ്യം വലിയൊരു റാക്ക് തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ വിറകടുപ്പിന് ചിമ്മിണി ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോർ നോക്കാം. ഇവിടെ ലാൻഡിങ്ങിലായിട്ട് വെന്റിലേഷന് പർഗോളയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതാ ഇവിടെ ഭംഗിക്ക് വേണ്ടിയിട്ട് നല്ലൊരു ഇൻഡോർ പ്ലാന്റ് കൊടുത്തിട്ടുണ്ട്. സ്റ്റെപ്പിൽ ഗ്രാനൈറ്റ് ആണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഇനി ഫസ്റ്റ് ഫ്ലോറിൽ എത്തിക്കഴിഞ്ഞാലുള്ള വ്യൂ ആണിത്. ഇവിടെയും സീലിങ്ങിൽ LED ലൈറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് നമ്മൾ കയറി വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലോട്ടായിട്ട് ഒരു കോമൺ ബാത്റൂമും ഒരു ബെഡ്റൂമും വരുന്നുണ്ട്. റൈറ്റ് സൈഡിലേക്കായിട്ടാണ്
ഒരു ബെഡ്റൂമും ബാൽക്കണിയും വന്നിട്ടുള്ളത്. ആദ്യം നമുക്ക് ഈ ഒരു കോമൺ ബാത്റൂം നോക്കാം. നേരത്തെ കണ്ടിട്ടുള്ള സെയിം ടൈല് തന്നെയാണ് ഇവിടെയും യൂസ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം വലുപ്പം വരുന്ന ബാത്റൂം തന്നെയാണ്. ഇനി ഈ ഒരു ഹാള് നോക്കാം. ഇത് നമ്മൾ ലിവിങ്ങിൽ നിന്ന് കാണുന്ന ആ ഒരു ഡബിൾ ഹൈറ്റ് വരുന്ന ഏരിയ ആണ് കേട്ടോ. ഇവിടെ ഹാൻഡ് റെയിൽ ജിഐയുടേത് തന്നെയാണ് നൽകിയിട്ടുള്ളത്. പിന്നെ അതാ ഈ ഒരു ഭാഗത്താണ് സ്റ്റഡി ടേബിൾ നൽകിയിട്ടുള്ളത്. മൾട്ടിവുഡിലാണ് ഈ ഒരു സ്റ്റഡി ടേബിളും നിർമ്മിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഇവിടുത്തെ ഫസ്റ്റ് ബെഡ്റൂം നോക്കാം. ഇതും ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. സിമ്പിളായിട്ട് വരുന്ന കോട്ടാണ്. പിന്നെ അതാ ഈ ഒരു സൈഡിലോട്ടായിട്ട് ഒരു മൾട്ടിവുഡിൽ ചെയ്തിട്ടുള്ളൊരു ഷെൽഫാണ്. മുകളിലായിട്ട് സ്റ്റോറേജ് വരുന്നുണ്ട്. അത് നമ്മൾ നേരത്തെ കോമൺ ബാത്റൂം കണ്ടില്ലേ, അതിന് മുകളിൽ വരുന്ന ഭാഗമാണ്. ഇവിടെയും ഡ്രസ്സിങ് ഏരിയ നൽകിയിട്ടാണ് വാർഡ്രോബ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം വലുപ്പത്തിൽ തന്നെയാണ് ഈ ഒരു ബാത്റൂമും വരുന്നത്. ഇനി നെക്സ്റ്റ് ബെഡ്റൂം നോക്കാം. ഇതും അത്യാവശ്യം വലുപ്പത്തിൽ വളരെ സിമ്പിളായിട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇതിനകത്ത് ഈ ഒരു കോർണറിലേക്കായിട്ടാണ് വാർഡ്രോബ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം വലുപ്പത്തിലുള്ളൊരു വാർഡ്രോബാണ്. ഇനി ബാൽക്കണി നോക്കാം. അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ളൊരു ബാൽക്കണിയാണ്. ചുറ്റിലുമായിട്ട് സിറ്റിംഗ് ഏരിയ നൽകിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു ബാൽക്കണിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനുള്ളൊരു സ്പേസ് നൽകിയിട്ടുണ്ട്. അവിടെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് മാറ്റാണ് വിരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് ഈ വീടിൻ്റെ വിശേഷങ്ങൾ. നെക്സ്റ്റ് നല്ലൊരു വീടിൻ്റെ വിശേഷങ്ങളുമായിട്ട് കാണുന്നത് വരെ ബൈ.